പറയാൻ പോകുന്നത്. 219 നാമം മഹാഭോഗ. മഹത്തായ ഭോഗത്തോടു കൂടിയവൾ. ഭോഗം എന്ന് പറഞ്ഞാൽ ധനധാന്യാദി സമ്പത്തുകൾ. തന്നെ ആശ്രയിക്കുന്നവർക്ക് ഈ ഭോഗം എത്ര വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കുന്നവൾ എന്നർത്ഥം. അപ്പോൾ തന്നെ പ്രീതിപ്പെടുത്തുന്നവർക്ക് എല്ലാ ഭോഗങ്ങളും കൊടുക്കുന്നവൾ. അടുത്തത് 220 നാമം മഹേശ്വര്യ. മഹത്തായ ഐശ്വര്യത്തോടു കൂടിയവൾ. ഈശ്വരൻ്റെ ഭാവമാണ് ഐശ്വര്യം. അണിമ, മഹിമ, ലഘിമ, ഗരിമ തുടങ്ങിയ 8 ഐശ്വര്യങ്ങൾ, 8 സിദ്ധികളാണ് ഉള്ളത്. ഇതിലെല്ലാം അതുല്യമായ പ്രഭാവമുള്ളതിനാൽ ദേവി മഹേശ്വര്യ എന്ന് അറിയപ്പെടുന്നു. അടുത്തത് 221 നാമം മഹാവീര്യ. മഹത്തായ വീര്യത്തോടു കൂടിയവൾ. ജയിക്കാൻ സാധിക്കാത്ത എത്രയോ അസുരന്മാരെ പല ഭാവത്തിൽ വന്ന് ദേവി വധിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാവീര്യത്തോടു കൂടിയവളാണ് ദേവി എന്നർത്ഥം. അടുത്തത് 222 നാമം മഹാബല. മഹത്തായ ബലങ്ങളോടു കൂടിയവൾ. ബലമെന്ന പദത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ആത്മബലം എന്നാണ് അർത്ഥമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവൾ മഹാബല എന്നർത്ഥം. അടുത്തത് 223 നാമം മഹാബുദ്ധി. മഹത്തായ ബുദ്ധിയോടു കൂടിയവൾ. അപ്പോൾ നമ്മുടെ ബുദ്ധിയാണ് നമ്മളെ ഈശ്വരനിലേക്ക് പോലും നയിക്കുന്നത്. വേണ്ടത് വേണ്ട സമയത്ത് തോന്നണമെങ്കിൽ നമ്മുടെ ബുദ്ധി തീക്ഷ്ണമായിരിക്കണം. അതിന് ദേവീ പ്രസാദമുണ്ടാകണം. കാരണം ദേവിയാണ് മഹാബുദ്ധി. അടുത്തത് 224 നാമം മഹാസിദ്ധി. മഹത്തായ സിദ്ധികളോട് കൂടിയവൾ. അഷ്ടസിദ്ധികളും ഉള്ളവൾ. അതുപോലെ ഈ അഷ്ടസിദ്ധികളും മറ്റുള്ള ദേവീ ദേവന്മാർക്ക് കൊടുക്കുന്നതും ഈ മഹാദേവിയാണ്. അതുകൊണ്ടാണ് ദേവിക്ക് മഹാസിദ്ധി എന്ന പേര് വന്നത്. അടുത്തത് 225 നാമം മഹായോഗീശ്വരീശ്വരി. മഹായോഗീശ്വരന്മാർക്ക് പോലും ഈശ്വരി ആയിട്ടുള്ളവൾ. പരമാത്മാവിനോട് ഏറ്റവും അടുത്തിരിക്കുന്നവരാണ് യോഗിമാർ. അങ്ങനെയുള്ള ആ യോഗികളുടെയും ഈശ്വരിയാണ് ദേവി എന്നർത്ഥം. അടുത്തത് 226 നാമം മഹാതന്ത്ര. എല്ലാ താന്ത്രിക വിധികൾക്കും അതീശ്വരിയായിട്ടുള്ളവളാണ് ദേവി. അടുത്തത് 227 നാമം മഹാമന്ത്ര. എല്ലാ മന്ത്രങ്ങളുടെയും അധീശ്വരി ദേവി തന്നെയാണ് എന്ന് മുൻപൊരു നാമത്തിൽ പറഞ്ഞിരുന്നു. എല്ലാ മന്ത്രങ്ങളിലും ശ്രേഷ്ഠമായത് ശ്രീവിദ്യാമന്ത്രമാണ്. ആ മഹാമന്ത്രം തന്നെ ദേവിയാണ്. അങ്ങനെ മഹാമന്ത്രസ്വരൂപിണിയായവൾ എന്നർത്ഥം. അടുത്തത് 228 നാമം മഹായന്ത്ര. ശ്രീവിദ്യായന്ത്രമാണ് ശ്രീചക്രം. അത് യന്ത്രങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ മഹത്തായ യന്ത്രമായിട്ടുള്ള ശ്രീചക്രം തന്നെ തൻ്റെ സ്വരൂപമായിട്ടുള്ള ദേവി എന്നർത്ഥം. അടുത്തത് 229 നാമം മഹാസന. ആസന. മഹത്തായ ഇരിപ്പിടങ്ങളോട് കൂടിയവൾ. ദേവി എവിടെയൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നതിനേക്കാൾ എവിടെയാണ് ഇല്ലാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും ഉചിതം. അങ്ങനെ ദേവിക്കുള്ള ഇരിപ്പിടമാണ് ഈ പ്രപഞ്ചം മുഴുവനും. അതുകൊണ്ടാണ് ദേവിക്ക് മഹാസന എന്ന പേര് വന്നത്. അടുത്തത് 230 നാമം മഹായാഗക്രമാരാധ്യ. ക്രമത്തിൽ അനുഷ്ഠിക്കുന്ന മഹായാഗം കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ. ദേവീ പ്രസാദത്തിന് അതിവിപുലമായ ഒരുക്കങ്ങളോടെ ക്രമത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന പൂജയെയാണ് മഹായാഗം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മഹായാഗം കൊണ്ട് ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്നർത്ഥം. അടുത്തത് 231 നാമം മഹാഭൈരവ പൂജിത. മഹാഭൈരവനായിട്ടുള്ള ആ പരമേശ്വരനാൽ പോലും
പൂജിക്കപ്പെടുന്നവളാണ് ദേവി. അതുകൊണ്ട് മഹാഭൈരവ പൂജിതയാണ് എന്നർത്ഥം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശിവശക്തി രൂപിണ്യൈ നമഃ.